ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സൈഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുറഞ്ഞ ചേരുവകൾ മാത്രമേ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ലഡു തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിൻ്റെ മുകൾ ഭാഗത്ത് അരിപ്പ വെച്ച് ഇതിലോട്ട് 1 കപ്പ് കടലപ്പൊടി ചേർക്കാം. 240 ml കപ്പിന് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ടേക്ക് 2 പിഞ്ച് ബേക്കിംഗ് സോഡ, അതല്ലെങ്കിൽ അപ്പക്കാരം, നമ്മൾ സോഡാപ്പൊടി എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്നതുണ്ടല്ലോ, 2 നുള്ളു മാത്രം. അതുപോലെ തന്നെ 2 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊക്കെ കൂടി നല്ലതുപോലെ അരിച്ചെടുക്കുക. നമ്മളിതുപോലെ അരിക്കാതെ ചെയ്യുമ്പോൾ നമ്മുടെ കടലപ്പൊടിയുടെ അകത്തുള്ള ഇതുപോലെയുള്ള കട്ട പിടിച്ചിരിക്കുന്നതൊന്നും പോവില്ല. അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുത്തിട്ട് തന്നെ ചെയ്തെടുക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ ഏകദേശം 3/4 കപ്പ് അളവ് വെള്ളമാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് 3/4 കപ്പ് തന്നെ എടുത്ത് ഒരുമിച്ചിട്ട് ഒഴിച്ച് കൊടുക്കരുത് ഒരിക്കലും. കാരണം നമ്മൾ എടുക്കുന്ന കടലപ്പൊടിക്കൊക്കെ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെള്ളം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മാവ് നന്നായി ലൂസായി പോയാലും മാവ് നല്ല കട്ടിയായി പോയി കഴിഞ്ഞാലും ബൂന്തി ശരിയായ രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് മാത്രം ഒഴിച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നത് ദോശമാവിൻ്റെ ഒരു പാകം ഉണ്ടല്ലോ, ആ ഒരു പാകത്തിന് തയ്യാറാക്കിയെടുത്താൽ മതി. അതിനുശേഷം ഞാനിവിടെ ഒരു 15 മിനിറ്റ് ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ വേണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷമുള്ളതാണ്. ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അത് നല്ലതുപോലെ ചൂടാക്കിയെടുക്കണം. അടുത്തായിട്ട് ഇതുപോലെ ഒരു തവി, നമ്മൾ സാധാരണ എടുക്കുന്ന തവി ഉണ്ടല്ലോ, അപ്പോൾ ലഡു തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് പ്രത്യേകം നമുക്ക് ഇതുപോലെയുള്ളത് വാങ്ങിക്കാനുണ്ട്. അത് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ ഇതിപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്നതല്ലേ, ഇത് ഉപയോഗിച്ച് ചെയ്തെടുത്താലും മതി. ചെറിയ കണ്ണുള്ളതാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. ഇനി നമ്മൾ മാവ് ഇതുപോലെ കുറച്ചാദ്യം ഒഴിച്ച് നോക്കുക. അതായത് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ചുറ്റിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണയിലോട്ടേക്ക് ഒരേ സ്ഥലത്തോട്ടേക്ക് തന്നെ വരുന്ന രീതിയിൽ ഒരിക്കലും മാവ് ഒഴിച്ച് കൊടുക്കരുത്. നമ്മളിത് ചേർത്തതിന് ശേഷം വളരെ കുറഞ്ഞ സമയം മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. കുറഞ്ഞ സെക്കൻഡൊക്കെ മതി കേട്ടോ. അതായത് നമ്മളിത് കൂടുതൽ സമയം എണ്ണയിലിട്ടിട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ ഇതങ്ങ് വല്ലാതങ്ങ് ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞ ഒരു പാകത്തിലോട്ടേക്ക് മാറും. അത് വെച്ച് നമുക്കൊരിക്കലും ലഡു തയ്യാറാക്കിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എണ്ണയിലോട്ട് ചേർത്ത് പെട്ടെന്ന് തന്നെ കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് നല്ലതുപോലെ പൊങ്ങിയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ മുഴുവൻ ബൂന്തിയും ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ബൂന്തി തയ്യാറാക്കി കഴിഞ്ഞാൽ 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഇതിനെ ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഞാനിപ്പോൾ വലിയ പീസ് മാത്രം കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി അതുപോലെ തന്നെ വെച്ചിട്ടാണുള്ളത്. അടുത്ത് നമുക്ക് സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടേക്ക് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക. 1/4 കപ്പ് വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ലാസ്റ്റ് നമ്മൾ ലഡു റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് വല്ലാണ്ട് ഷുഗർ സിറപ്പിൻ്റെ അളവ് കൂടി നിന്നിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിലോട്ട് ഒരു ഇത്തിരി ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ഞാനിവിടെ ഓറഞ്ച് ഫുഡ് കളർ ഒരു ഇത്തിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ലെമൺ യെല്ലോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പൗഡറായിട്ട് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. അതായത് കടലപ്പൊടി നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര പാനിയുടെ പാകം എന്ന് പറയുന്നത് നമ്മൾ തവി വെച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വലിഞ്ഞിരിക്കുന്ന, കണ്ടില്ലേ, ഒരു നൂല് പോലെ വലിഞ്ഞിരിക്കുന്ന പാകത്തിൽ വേണം ഓരോ ഡ്രോപ്പായിട്ട് വീഴുന്നത്. അപ്പോഴാണ് നമുക്കതൊരു കറക്റ്റായിട്ട് കിട്ടുക. ആ ഒരു സമയത്ത് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ബൂന്തി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പാനിയുടെ പാകം കറക്റ്റ് അല്ലെങ്കിലും ലഡു നല്ല രീതിയിൽ നമുക്ക് തയ്യാറായി കിട്ടില്ല. അപ്പോൾ ബൂന്തി മുഴുവനായിട്ട് ചേർത്തതിന് ശേഷം കുറച്ച് സമയം കൂടി നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇനി നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്കയുടെ കുരുവും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതോ അല്ലെങ്കിൽ ഏലക്കപ്പൊടിയായിട്ട് കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഒരു 2 ഗ്രാമ്പു, 2-3 ഗ്രാമ്പു ചതച്ചത് കൂടി ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ഗ്രാമ്പു വേണ്ടാന്നുള്ളവർക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതിലോട്ടേക്ക് കുറച്ച് കശുവണ്ടിപ്പരിപ്പും അതുപോലെ കുറച്ച് ഉണക്കമുന്തിരിയും, കറുത്ത ഉണക്കമുന്തിരി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് നെയ്യിലിട്ടിട്ട് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉണക്കമുന്തിരിയും കശുവണ്ടിപ്പരിപ്പൊന്നും ഇല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് റോൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഇപ്പം കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി കണ്ടില്ലേ, ആ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ആ ബൂന്തി മൊത്തത്തിൽ വലിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് നമ്മൾ ആ കശുവണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയൊക്കെ ചേർത്തിട്ട് കുറച്ച് നമുക്ക് ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ, ഒരു ചെറു ചൂട്, നമുക്ക് ഒരു കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ചൂടാകുന്ന സമയത്ത് നിങ്ങളൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഒത്തിരി സമയം നമ്മൾ വെക്കരുത്. അപ്പോൾ ഇത് നമ്മൾ റോൾ ചെയ്തെടുത്ത് എല്ലാ ലഡുവും റോൾ ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷമുള്ള ലഡുവാണ് കേട്ടോ.
അരമണിക്കൂർ. അപ്പോൾ ശരിക്കും ഒരു ദിവസമൊക്കെ മുഴുവനായിട്ട് വെച്ചിട്ട് നിൽക്കുമ്പോഴാണ് ലഡു കറക്റ്റ് നമുക്ക് ആ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഇതിലോട്ട് മാറുക. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നമുക്ക് നല്ലൊരു വെറൈറ്റി ഡിഷായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.